ഫവാസ്, നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ മുടിചൂടാമന്നൻ എന്നറിയപ്പെട്ടിരുന്ന CPM എന്ന പാർട്ടിയെയും ഭരണത്തെയും കയ്യിലൊതുക്കി 10 വർഷക്കാലം CPMൻ്റെ മുഖ്യമന്ത്രിയായ കേരളം അടക്കിവാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യാതൊരു തരത്തിലും പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പോളിറ്റ് ബ്യൂറോയിൽ തൻ്റെ കൂടി വോട്ട് അവകാശം രേഖപ്പെടുത്തിയിട്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയന് പിടിച്ചുപറ്റാൻ സാധിച്ചത്. 2 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അതെ, 2 വോട്ട് മാത്രമാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലെ ബൂത്ത് തലം മുതൽ അങ്ങ് കേന്ദ്ര കമ്മിറ്റി വരെ പിണറായി വിജയനാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത പരാജയത്തിൻ്റെ ഉത്തരവാദി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. കൂടെ പിണറായി വിജയൻ്റെ ചാർച്ചക്കാരനായ ഒത്താശക്കാരനായ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും. ഇവർ 2 പേരും CPMൻ്റെ നേതൃനിരയിൽ നിന്ന് മാറണം. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗത്വവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനവും രാജിവെക്കണം എന്ന തരത്തിലുള്ള വലിയ വടംവലികളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കുന്നത്. അത് ഒരു അവസരത്തിൽ ഉയർന്നു വരികയും പിന്നീട് അത് ശാന്തമാകുകയും ചെയ്തെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് ഉണ്ടായേ പറ്റൂ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം, കേരളത്തിൽ വീണ്ടും പാർട്ടി അധികാരത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ തലപ്പത്ത് പ്രതിപക്ഷ നേതൃനിരയിലൊന്നും ഒരു കാരണവശാലും പിണറായി വിജയൻ ഉണ്ടാകാൻ പാടില്ല, MP ഗോവിന്ദൻ പാർട്ടി തലപ്പത്തുണ്ടാകാൻ പാടില്ല എന്ന് തീർച്ചയായും CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലുമെല്ലാം കുലങ്കുഷമായ ചർച്ചകൾ നടക്കുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം വിട്ടൊഴിയണം, പോളിറ്റ് ബ്യൂറോ അംഗത്വവും അദ്ദേഹത്തിന് വെടിയേണ്ടതായി വരും എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിടികിട്ടുന്ന കാര്യം. എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിലും പ്രവർത്തിച്ചിട്ടുള്ള ഫവാസ് ഇതിനെ ഏത് തരത്തിൽ നോക്കിക്കാണും? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 ഈ പറഞ്ഞ പോലെ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു ഭൂരിപക്ഷമാണ് UDF സർക്കാരുണ്ടായിരുന്നുള്ളൂ. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 70-71 എന്നുള്ള ചെറിയൊരു ഒറ്റ സീറ്റിൻ്റെ പിന്നിൽ അന്ന് അച്യുതാനന്ദൻ തന്നെ പറഞ്ഞത് ഈ സർക്കാർ ഒരുപാട് കാലം നീണ്ടുപോകില്ല, ഇത് താഴെ വീഴും എന്നാണ് പറഞ്ഞത്. പക്ഷേ കഷ്ടിച്ച് എങ്ങനെയായാലും 5 വർഷം തീർത്തു, 2016 തീർത്തു. പിന്നീട് വരുന്ന സരിതാ നായരുടെ പ്രശ്നവും പലതരത്തിലുള്ള KM മാണിക്കെതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. പിന്നീട് അങ്ങോട്ട് അത്രയും കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ കത്തി നിൽക്കുന്നു. പല കാര്യങ്ങളും അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ പറഞ്ഞ പോലെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് അത് LDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 5 വർഷം കൊണ്ട് തന്നെ തീർക്കും എന്നുള്ള സമ്പ്രദായം. കാലം 10 കഴിഞ്ഞിട്ട് അതൊന്നും ആയിട്ടില്ല. ഇനി അതെന്താവുന്നത് അത് വലിയ ചർച്ചാ വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രഖ്യാപനങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹം 2016 ഭരണത്തിലേറുമ്പോൾ അന്ന് അദ്ദേഹത്തെ എതിർക്കാൻ എന്നുള്ള രീതിയിൽ ചെറിയൊരു ശബ്ദമുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ കോടിയേരി അദ്ദേഹത്തിനെ എതിർക്കുന്ന ഒരാളായിരുന്നില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിനെതിരെ ഒപ്പം നിൽക്കുകയും വിമർശിക്കേണ്ട സ്ഥലങ്ങളിൽ അതിരൂക്ഷമായിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിലെല്ലാം പിണറായി വിജയനെ നിലപാടെടുക്കുമായിരുന്നു. അതെ, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാത്ത രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പറച്ചിലൊക്കെ. പക്ഷേ പിന്നീട് അങ്ങോട്ട് VSനെ ശബ്ദം ഇല്ലാണ്ടാകുന്നു, VSന് പ്രായാധിക്യം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നു. പിന്നീട് പാർട്ടി മാറ്റത്തിരുത്തലുണ്ടാകുന്നു. VSന് ശേഷം പിണറായി വിജയൻ ഈ സാധനം ബാധകമായി വരുമ്പോൾ 2ാം ഘട്ടം PBയിൽ നിയമങ്ങൾ മാറ്റുന്നു. 80 എന്നുള്ളത് ആദ്യം 75 കൊണ്ടുവരുന്നു. അത് ചുരുക്കിയതും കൂട്ടിയതൊക്കെ ഈ പറഞ്ഞ പോലെ പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. VSനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സാധനം ചുരുക്കുന്നു. പിന്നീട് ഈ സാധനം 75 പോകുന്നു, 80 പോകുന്നു, വീണ്ടും 75 വരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള കളി അന്ന് PBയിൽ നടന്നു. PBയിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ യോഗ്യത കൊടുക്കുന്നു, നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് കൊടുക്കുന്നു. ഇപ്രാവശ്യം പ്രത്യേക അനുമതി പാർട്ടി കൊടുക്കുന്നു മത്സരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതിൻ്റെ എല്ലാം മറവിലാണ് അദ്ദേഹം ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ്. അതിപ്പോൾ 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് PBയിൽ അദ്ദേഹം ജയിച്ചത്, വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അപ്പം ഇപ്പോൾ ഈ കാര്യങ്ങളുടെ കിടപ്പ് വീണ്ടും PBയിൽ അദ്ദേഹത്തിനുള്ള എന്താ പറയുക അക്രമാദിത്യം അല്ലെങ്കിൽ പിടിപ്പ് വീണ്ടും നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗാൾ ഘടകമാണ് ഇതിന് പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള CPM അതിൽ പ്രക്ഷോഭമായി മുമ്പോട്ട് വരുന്നത്. കാരണം കേരളം കഴിഞ്ഞാൽ ഇന്ന് പാർട്ടി ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കുന്ന സ്ഥലം, അത് വലിയ തരത്തിൽ വോട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ബംഗാൾ തന്നെയാണ്. അതെ, അപ്പം ബംഗാൾ ഘടകത്തിന്റെ എല്ലാ വോട്ടും അദ്ദേഹത്തിനെതിരായിരുന്നു. കേരളത്തിൽ നിന്ന് പകുതിയോളം വോട്ടും അദ്ദേഹത്തിനെതിരാണെന്നുള്ള സാധനമൊക്കെയാണ് വരുന്നത്. അപ്പം എന്തിരുന്നാൽ പോലും പക്ഷേ ബംഗാൾ ഘടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഖ്യമന്ത്രി ഇല്ല, കുറേ കാലമായിട്ട് അവർ പുറത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMൻ്റെ ദേശീയ കമ്മിറ്റിയും എല്ലാ പോളിറ്റ് ബ്യൂറോ ഒക്കെ പേരിന് മാത്രമേ ഉള്ളൂ. എല്ലാം അന്തിമ തീരുമാനം എടുക്കുന്നത് കേരള ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഇവിടുന്ന് ഫണ്ടിട്ടിട്ട് വേണം ആ സാധനം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പേരിന് മാത്രം പോളിറ്റ് ബ്യൂറോ PB എന്നൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും കേരള ഘടകമാണ് അവരുടെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരെ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ള സത്യാവസ്ഥയുണ്ട്. പക്ഷേ അതേ കേരള ഘടകത്തിൽ ഇപ്പോൾ 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥയുള്ളത്.
കാരണം ഈ ഒരു പരാജയത്തോടു കൂടി ശൈലജ ടീച്ചർ അടക്കം ഒരു എഴുത്തിൽ തുറന്നെഴുതി കഴിഞ്ഞു പാർട്ടി പലവട്ടം തോറ്റിട്ടുണ്ട്. നമ്മൾ കണ്ടതിൽ വെച്ച് CPM തോറ്റ ഏറ്റവും വലിയ തോൽവിയിൽ ഒന്നായിരുന്നു 1976-77 തെരഞ്ഞെടുപ്പ്. അന്ന് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് വലിയ തരത്തിലുള്ള 111 108 സീറ്റുകൾ ബന്ധപ്പെട്ട് കോൺഗ്രസ് മുമ്പിൽ വരുന്നു, ഏറ്റവും വലിയ മുന്നണിയാകുന്നു. അന്നാണ് CPM ചരിത്രത്തിൽ തോറ്റ ഏറ്റവും വലിയ തോൽവി അന്നായിരുന്നു. അതിനുശേഷം ചരിത്രത്തിലെ CPMൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ തോൽവി അത് 2026 എന്നുള്ളതാണ്. അപ്പം ഈ തോൽവിയുടെ പ്രത്യേകത അന്ന് ഈ പറഞ്ഞ പോലെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. 76 ഈ പറഞ്ഞ പോലെ പാർട്ടി തോറ്റപ്പോഴും പിന്നീട് മുമ്പോട്ട് വെക്കാൻ ഒരുപാട് നേതാക്കന്മാരുണ്ട്. രണ്ടാം നിരയായിട്ട് മൂന്നാം നിരയായിട്ടൊക്കെ ഒരുപാട് നേതാക്കന്മാർ CPM ഉണ്ടായിരുന്നു എന്നുള്ള സത്യാവസ്ഥയാണ്. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. പാർട്ടിക്കുള്ളിൽ ശൈലജ ടീച്ചറെ കൃത്യമായിട്ട് ഒതുക്കി. ആദ്യം ഷാഫി പറമ്പിലിനെതിരെ മത്സരിക്കാൻ കൊണ്ടുപോയിരുന്നു, അവിടെ കൃത്യമായിട്ട് തോൽപ്പിക്കുന്നു. 1.5 ലക്ഷത്തിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചുകൊണ്ട് വരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ കാഫർ വിവാദമൊക്കെ ശൈലജ ടീച്ചർ ഇമേജ് കെടുത്തുന്നു. അത് മനഃപൂർവ്വം പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായതാണെന്നുള്ള തെളിവെല്ലാം പുറത്തോട്ട് വന്നു SIT അന്വേഷിച്ചപ്പോൾ. രണ്ടാമത്തെ കാര്യം പിന്നീട് KPCC പ്രസിഡന്റിനെതിരെ കൊണ്ടുപോയിട്ട് പേരാമ്പ്രയല്ല KPCC പ്രസിഡന്റ് നാട്ടിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നു. അവിടെ കൃത്യമായി തോൽക്കുന്ന അറിഞ്ഞിട്ടും പാർട്ടി നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി നിർത്തുന്നു. അപ്പോൾ എന്തായാലും അവിടെയും തോൽപ്പിച്ചു, ആ ഒരു ഇമേജും നന്നായിട്ട് കൊടുത്തു. അങ്ങനെ പാർട്ടി KK ശൈലജ ഇല്ലാണ്ടാക്കി. P ജയരാജനെ ഇല്ലാണ്ടാക്കിയത് പാർട്ടിയിലെ എന്താ പറയുക അദ്ദേഹത്തിനെതിരെ സ്തുതി പാഠം നടത്തുന്നു, പാട്ട് എഴുതുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അച്ചടക്ക നടപടികൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പലതരത്തിൽ പുറകോട്ട് വലിക്കുന്നു. അങ്ങനെ പിന്നീട് ഉണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ ഇല്ലാണ്ടാക്കുന്നു. മീൻസ് അദ്ദേഹത്തിൻ്റെ പവർ പാർട്ടിയിൽ പതിയെ ഇല്ലാണ്ടാവുന്നു. പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു. അദ്ദേഹം ആരോഗ്യ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാജിവെച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ ഇല്ലാണ്ടാക്കുന്നു. പിന്നീട് അവിടെ MV ഗോവിന്ദൻ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയെയും മന്ത്രിസഭയെയും നേതാക്കന്മാരെയും MLAയും താൻ പറയുന്നത് എന്താണോ അത് രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി കണ്ണടച്ച് വിശ്വസിക്കുന്ന നേതാക്കന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നത് പിണറായി വിജയൻ സക്സസ്ഫുള്ളായി എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ ഇപ്പം കാര്യങ്ങൾ മാറുന്നു. MA ബേബിയുടെ നേതൃത്വത്തിൽ പുതിയൊരു സമാന്തര ശ്രേണി CPMനുള്ളിൽ വരുന്നു. അതിന് ശൈലജ ടീച്ചറെല്ലാം നേതൃത്വം കൊടുക്കുന്നു. P ജയരാജൻ ഏറ്റവും പിന്നിൽ നിന്നും പടയണി നയിക്കുന്നു. മുമ്പിൽ നിന്നും ഈ പറഞ്ഞ പോലെ MA ബേബി, നടുക്കം നിന്ന് KK ശൈലജ അടക്കമുള്ള നേതാക്കന്മാർ മുമ്പോട്ട് കൊണ്ടുവരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ സംസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്ര കമ്മിറ്റി PB എന്ന് പറയുന്നത് കേരളത്തിലെ സംസ്ഥാന ഘടകമാണ് ഇപ്പോൾ. കാരണം ഇവരെ വോയിസാണ് അവിടെ പ്രതിഫലിക്കുള്ളൂ. അപ്പോൾ ഇവരെന്തായി എല്ലാം പാടെ ഒന്നായി ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് പോളിറ്റ് ബ്യൂറോയിലടക്കം അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നു എന്നുള്ളതാണ്. 2 വോട്ടിന് അദ്ദേഹം അന്ന് ജയിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും ഈ കാര്യങ്ങളെല്ലാം ചർച്ചാ വിഷയമായി വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ ഇനി സ്വസ്ഥതയോടെ എത്ര കാലം ഇരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈ 5 വർഷം അദ്ദേഹം ഇരുന്നാൽ അദ്ദേഹത്തിന് ഭാഗ്യം. പക്ഷേ അതിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള കേസുകൾ അദ്ദേഹത്തിനുണ്ട്. ആ കേസുകൾക്കൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നടപടിയായിട്ട് പാർട്ടി മുമ്പോട്ട് വരുന്നുണ്ട്. പാർട്ടിക്ക് ഇനിയിപ്പോൾ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം പിണറായി വിജയൻ തോറ്റു കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ തന്നെ അതാണ് ഫസ്റ്റ് ചൂണ്ടിക്കാണിച്ചാണ്. കാരണം ഇനി പിണറായി വിജയൻ ഒരു തിരിച്ചറിവ് പാർട്ടിയിലേക്കോ ഭരണത്തിലേക്കോ ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ കൂടെ നിന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. എതിർക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം ഇത് തന്നെയാണെന്ന് അവർക്കറിയാം. കാരണം ഈ പാർട്ടി ഒരു രണ്ടാം നിര നേതൃത്വം പോലും ഇല്ലാത്ത തരത്തിലേക്ക് അധപ്പതിപ്പിക്കുകയും LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ബോർഡ് വയ്ക്കുമ്പോൾ പിണറായി വിജയൻ്റെ തല വയ്ക്കുന്നു. പിണറായി അല്ലാതെ മറ്റാരുണ്ട് CPMനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നാടിനെ രക്ഷിക്കാൻ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മറിയുന്ന കാര്യങ്ങളാണ് കണ്ടത്. ഇതിനെ തള്ളിക്കൊണ്ട് കടുത്ത പിണറായി പക്ഷക്കാരനായ P രാജീവ് വരെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ സ്വന്തം പാളയത്തിൽ തന്നെ പിണറായി വിജയന് പടയൊരുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഫവാസ് സൂചിപ്പിച്ച പോലെ 5 വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാഗ്യം. പക്ഷേ ഫവാസ് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇപ്പോൾ ലാവ്ലിൻ കേസ് എങ്ങനെയാലും കുത്തിപ്പൊക്കിയാലും ഇല്ലെങ്കിലും ഇപ്പോൾ മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട് ED പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ആ കേസിൽ ED ഊർജിതമായ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ വീണ വിജയൻ അറസ്റ്റിലാകും എന്ന് ചില നിയമവൃത്തങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ വീണ വിജയൻ ഒരു കാരണവശാലും CMRL എന്ന കമ്പനി വെറുതെ പണം കൊടുക്കേണ്ട കാര്യമില്ല. വീണ വിജയൻ ഒരു സേവനവും CMRL നൽകിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടി CMRL പണം കൊടുത്തു എന്ന് പറയുമ്പോൾ വീണ വിജയൻ്റെ അച്ഛനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ അവർക്ക് കിട്ടിയ വഴിവിട്ട സഹായങ്ങൾക്കുള്ള പ്രത്യുപകാരമായി കൊടുത്തതാണ്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്ത് തരത്തിലുള്ള സേവനമാണ് CMRL കൊടുത്തത് എന്ന തരത്തിലുള്ള അന്വേഷണം EDയുടെ ഭാഗത്തു നിന്നുണ്ടാകും. തീർച്ചയായും പിണറായി വിജയൻ അത്തരം കേസുകളിലേക്ക് ചെന്ന് പാടും. സ്വാഭാവികമായിട്ടും പോളിറ്റ് ബ്യൂറോവിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും നിർബന്ധമുണ്ടാകും. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ രാജിവെച്ച് ഒഴിഞ്ഞു നിൽക്കേണ്ടതായി വരും. പോളിറ്റ് ബ്യൂറോ അംഗത്വം വരെ ചിലപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം വരെ നഷ്ടമായേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി CPMൻ്റെ അന്തകൻ എന്ന വിശേഷണത്തിലേക്ക് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും എടുത്തുയർത്തി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുന്നു.
യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, അതായത് പാർട്ടിയിൽ 50-60 വർഷത്തെ സ്തുത്യർഹമായ പാരമ്പര്യമുണ്ടായിരുന്ന ജി സുധാകരൻ, ടി കെ ഗോവിന്ദൻ പോലുള്ള ആളുകൾ പാർട്ടി വിട്ട് പുറത്തു വരുന്നു, പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, പാർട്ടിക്കെതിരെ മത്സരിച്ച് പാർട്ടി സ്ഥാനാർത്ഥിയെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തോൽപ്പിച്ച് അവർ നിയമസഭയിലേക്ക് എത്തുന്നു. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ MLA തോൽപ്പിച്ച് MLA ആയി മാറുന്നു. ഇതൊക്കെ CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമായിരുന്നില്ല. കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് CPM-നെതിരെ ഒരു CPM-കാരൻ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ഒരു കാരണവശാലും CPM-ന് 10 വർഷം മുമ്പ് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇന്നിപ്പോൾ അത് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും CPM എന്ന പ്രസ്ഥാനം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രംഗത്തിൽ നിന്നും പിണറായി വിജയൻ രംഗബോധമില്ലാത്തൊരു കോമാളിയെ പോലെ വീണ്ടും നിറഞ്ഞാടാൻ ശ്രമിക്കുകയാണെങ്കിൽ പിണറായി വിജയനെയും പടിയിറക്കി വിട്ടിട്ട് CPM-ൽ ഒരു വലിയ സംശുദ്ധീകരണം നടക്കും, ഒരു ശുദ്ധികലശം നടക്കും. അതിനുള്ള പുറപ്പാടിലാണ് CPM എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ഇതിൽ പേഴ്സണലി എനിക്കുള്ളതെന്ന് വെച്ചാൽ ഞാനും കുറച്ചൊക്കെ ഒരു ലെഫ്റ്റ് ഐഡിയോളജിക്കാരനാണ്. അപ്പം എന്തുകൊണ്ടും ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണം എന്നുള്ളതും ആ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിക്കാരനാണ് എനിക്കുള്ളത്. അല്ല, അതിന് യാതൊരു തർക്കമില്ല. കാരണം ഈ ഇടതുപക്ഷം ശക്തമായ പ്രതിപക്ഷമായെങ്കിലും കേരളത്തിൽ വർത്തിച്ചാലേ ഭരണം സുഗമമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതിന് യാതൊരു തർക്കമില്ല. അതെ, അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, തിരുത്തേണ്ടോടത്ത് തിരുത്താനും നേർവഴിക്ക് നടത്തുന്നതോട് നേർവഴിക്ക് നടത്താനും പറ്റിയൊരു പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തായിട്ടാണെങ്കിലും CPM വേണം. യഥാർത്ഥ ഇടതുപക്ഷം. അതെ, യഥാർത്ഥ ഇടതുപക്ഷം. അത് പേരെടുത്ത് പറയുന്നേ വേണം നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാം പിണറായി വിജയന്റെ കുത്തകയായി മാറി എന്നുള്ള സത്യമുണ്ട്. അപ്പം ഇത്തരത്തിൽ ഇടതുപക്ഷം ഇല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലെ അവസ്ഥ അതിദയനീയമാവും. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പലതരത്തിൽ ആൾക്കാർ വിയോജിപ്പുണ്ടാവും. പക്ഷേ ഞാനെന്നും ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. ഇടതുപക്ഷം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. പക്ഷെ അത് പിണറായി വിജയന്റെ ഇടതുപക്ഷം ആവരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഇടതുപക്ഷം കേരളത്തിൽ ആവശ്യമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ആവശ്യം തന്നെയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് PB ആയാലും അതല്ല KK ശൈലജ ആയാലും P ജയരാജനായാലും P രാജീവ് ആണെങ്കിലും ആരാണെങ്കിലും EP ജയരാജനോ P ജയരാജനോ ശ്രീമതിയോ ആരായിക്കൊള്ളട്ടെ, ഇത്തരത്തിൽ പിണറായി വിജയനെ മാറ്റി നിർത്തി പാർട്ടിയെ ശുദ്ധീകരിക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നാൽ അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. അതിന് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇടതുപക്ഷം നിലനിൽക്കണം എന്നുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തായാലും ഇക്കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ പിണറായി വിജയനെ അത്ര പെട്ടെന്ന് ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നീ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെതിരെ പലതരത്തിലെ കേസുകളുണ്ട്. അപ്പം പെട്ടെന്ന് ഈ ഒരു സ്ഥാനം പോയി കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ സ്വാഭാവികമാണല്ലോ. ഇപ്പം ബിനീഷ് കോടിയേരുടെ വിഷയത്തിൽ എന്താ ഉണ്ടായത്? അദ്ദേഹം പാർട്ടി മെമ്പറായിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസൊന്നും പാർട്ടി മിണ്ടാട്ടം മിണ്ടിയില്ല, പാർട്ടിക്ക് മൗനം പാലിച്ചോടെ. അതേപോലെ പിണറായി വിജയൻ പറഞ്ഞ പോലെ PB അംഗത്വം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും രംഗത്തുണ്ടാവില്ല എന്നുള്ള സത്യാവസ്ഥ അവിടെ ഉണ്ട്. അപ്പം അദ്ദേഹം ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തത്. അല്ല, പാർട്ടിക്ക് ഇനിയും കൂടുതൽ ഡാമേജ് ഉണ്ടാകാൻ പാർട്ടിയും ഒരു ശ്രമം നടത്തില്ല. അതുകൊണ്ട് പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനവും അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗത്വമൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി സംരക്ഷിച്ച് നിർത്തേണ്ട യാതൊരു ബാധ്യതയില്ല. പാർട്ടി ഇന്ന് പരാജയത്തിന്റെ പടുകുഴിയിൽ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് പതിച്ചിരിക്കുന്നു. ഇതിന് മെല്ലെ മെല്ലെയെങ്കിലും കരകയറി ഈ പാർട്ടിയെ കയറ്റിക്കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന ബിംബത്തെ അവിടെ ഇല്ലാതാക്കണം എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന്റെ പേരിൽ അവരിനി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു എന്താ പറയുക ഒരു സാക്രിഫൈസിങ് നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു ദിവസങ്ങൾ ഇതിൻ്റെ ചർച്ച എങ്ങനെ പോകുന്നുള്ളതും പിണറായി വിജയൻ വിട്ടുകൊടുക്കുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നയുടെ കിടക്കുന്നുണ്ട്. കാരണം ഒരു വശത്ത് അദ്ദേഹം തന്നെ ജയിലിൽ പോകുന്ന അവസ്ഥ, മറുവശത്ത് അദ്ദേഹത്തിൻ്റെ മകളും ജയിലിൽ പോകുന്നൊരവസ്ഥ. ഇതിലെല്ലാം ഉപരി പാർട്ടിക്കുള്ളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ പടയൊരുക്കം ആരംഭിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേശീയ കമ്മിറ്റിയിൽ PB-യിൽ അതിലും ദയനീയമായ കാര്യങ്ങളുടെ അവസ്ഥ. മാത്രമല്ല KN ബാലഗോപാലിനടക്കം നിയമസഭയിൽ അദ്ദേഹത്തിന് എണീറ്റ് എന്തെങ്കിലും പറയണോ എന്നുള്ള രീതിയിൽ വരെ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായി പറയുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. എന്തിരുന്നാൽ പോലും പാർട്ടിക്കുള്ള അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ ആ ഒരു ബഹുമാനവും ആദരവും എന്താ പറയുക എല്ലാം കാണുന്ന ഒരു തമ്പുരാൻ എന്നുള്ള രീതിയിൽ പോലീസുകാരൻ്റെ അവസ്ഥയായി. അതെ, ഒരു എന്താ പറയുക ഒരു വില ഇല്ലാണ്ട് മാറുന്നു എന്നുള്ള സത്യാവസ്ഥ വരുന്നുണ്ട്. അതൊരു പരിധി വരെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ പാർട്ടി എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും പിണറായി വിജയൻ്റെ ഇനിയുള്ള നീക്കം എന്നുള്ളതും പോളിറ്റ് ബ്യൂറോ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും അതിന് CPM-ന്റെ നേതാവായി പിണറായി വിജയൻ വഴങ്ങി കൊടുക്കുമോ എന്നുള്ളതും വഴങ്ങിയാൽ തന്നെ ഏതുവരെ അത് പോകുന്നുള്ളതും വലിയ ആകാംക്ഷ നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി CPM-ന്റെയും പിണറായി വിജയൻ്റെയും നീക്കം എന്നുള്ളത്.